കേരള ഇലക്ഷൻ റിസൾട്ടിനോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ ഇലക്ഷൻ റിസൾട്ടും വരികയാണ്. ടി.വി.കെ എന്ന വിജയുടെ പുതിയ പാർട്ടി തമിഴകത്ത് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രജനീകാന്തും കമലഹാസനുമെല്ലാം മുൻപ് പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വൻ രണ്ട് ശക്തികളുണ്ടായിരുന്നു. എ.ഐ.ഡി.എം.കെയുടെ ജയലളിതയും ഡി.എം.കെയുടെ സ്റ്റാലിനും. എന്നാൽ ജയലളിതയുടെ വിയോഗത്തിന് ശേഷം എ.ഐ.ഡി.എം.കെ പിളരുകയും പനീർസെൽവം പാർട്ടി വിട്ട് പുറത്തുവരികയും ചെയ്തു. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എ.ഐ.ഡി.എം.കെ ആകട്ടെ എൻ.ഡി.എയുമായി അലയൻസിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനാൽ തന്നെ വളരെയധികം ജനപ്രീതി അവർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡി.എം.കെയുടെ സ്റ്റാലിൻ ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാതെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ടി.വി.കെയുമായി വിജയ് വരികയാണ്. വിജയ് വരുമ്പോൾ എല്ലാവർക്കും നമുക്ക് ക്രൗഡ് കാണാം. പക്ഷേ ഇതൊന്നും വോട്ടായി മാറില്ലെന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ ഒരു എക്സിറ്റ് പോൾ ഒഴിച്ച് ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും വിജയ്ക്ക് വലിയ മുൻതൂക്കമൊന്നും നൽകിയിരുന്നില്ല. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു പ്രഡിക്ഷനിൽ വിജയ് എ.ഐ.ഡി.എം.കെയേക്കാൾ കൂടുതൽ വോട്ട് നേടി അവിടെ രണ്ടാം സ്ഥാനം നേടുമെന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിക്കുന്നത്. അങ്ങനെ ഇത്തവണ രണ്ടാം സ്ഥാനം നേടിയാൽ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് തന്നെ അടുത്ത 5 വർഷം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂവും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പൊളിറ്റിക്സ് എന്താണെന്ന് വിജയ്ക്കും അറിയാമെന്ന് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തിന് ശേഷം ഒരുപക്ഷെ സ്റ്റാലിനായിരിക്കില്ല, ഉദയനിധി സ്റ്റാലിനാവാം ഡി.എം.കെയുടെ മുന്നിൽ നിൽക്കുക. അങ്ങനെയെങ്കിൽ ടി.വി.കെയുടെ മുമ്പിൽ വിജയ് നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ 5 വർഷം പ്രതിപക്ഷത്ത് നല്ല രീതിയിൽ നിന്നാൽ ടി.വി.കെക്ക് അടുത്ത വർഷം ഒരു വൻ വിജയം നേടാൻ സാധിക്കുകയും വിജയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ സാധിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അതായിരിക്കാം ടി.വി.കെയുടെയും പ്ലാൻ. ഈ വർഷം പ്രതിപക്ഷത്തിരിക്കുക, അടുത്ത 5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രിയാവുക. എങ്ങനെയായാലും നാളെ 4-ാം തീയതി ഈ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം ടി.വി.കെ രണ്ടാമതെത്തുമോ അതോ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1-ാം സ്ഥാനത്തേക്ക് എത്തുമോ എന്ന്.